ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഫിനാലെ വീക്കിലോട്ട് ആരൊക്കെ എത്തുന്നത്, ടോപ്പ് 5 ആരൊക്കെയായിരിക്കും എത്തുന്നത് അറിയാൻ വേണ്ടിയുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് കാത്തിരിപ്പ് വരാൻ വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ലഭ്യമാകുമ്പോൾ ചൊവ്വാഴ്ച രാവിലെ ഒരു വോട്ടിംഗ് നീണ്ടു നിൽക്കുമ്പോൾ ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂർ മുന്നിട്ട് നിൽക്കുന്നത്, ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ തകർച്ച അനുഭവിച്ച് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 7 മത്സരാർത്ഥികളാണ് ഹൗസിൽ ബാക്കി നിൽക്കുന്നത്. എന്തൊക്കെയാണ് 7 ശക്തരായിട്ടുള്ള മത്സരാർത്ഥികൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം ഇന്നലെ രാത്രി 10:30 വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇഞ്ചോടിഞ്ച് വാശിയേറിയ പോരാട്ടം തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കടുത്ത പോരാട്ടത്തോട് ആരൊക്കെയാണ് തകർന്നടിച്ചെന്ന് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് വൻ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്ന അനീഷേട്ടൻ തന്നെയാണ്. 12,754 വോട്ടുമായിട്ട് അനീഷേട്ടൻ തരംഗമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ എല്ലാം തന്നെ അനീഷേട്ടൻ ഒന്നാമത് എത്തി നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുമോളെയാണ് കാണാൻ സാധിക്കുന്നത്. 9,672 വോട്ടുമായിട്ട് അനുമോളെ തകർക്കാൻ അനീഷേട്ടൻ്റെ മറ്റൊരാൾക്കും സാധിക്കാതെ വരുമ്പോൾ 26 കപ്പ് നേടുന്നതാണ് പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്നത് ഷാനവാസിക്ക് തന്നെയാണ്. ഷാനവാസിക്ക് രാത്രിയോട് എടുത്തപ്പോൾ നല്ല തന്നെ വോട്ടിംഗ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 7,866 വോട്ടുമായിട്ട് ഷാനവാസിക്ക് മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 4ാം സ്ഥാനത്ത് മാറ്റമൊന്നുമില്ലാതെ ഞെട്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നെവിൻ തന്നെയാണ്. നെവിന് ആദ്യ മണിക്കൂർ വോട്ടിംഗ് മുതൽ നല്ല രീതി വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. 7,208 വോട്ടുമായിട്ട് നെവിൻ ഒരുപക്ഷെ 3ാം സ്ഥാനം വരെ കൈയടക്കാനുള്ള സാധ്യതകൾ കാണുമ്പോൾ നിലവിൽ 5ാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന നൂറ തന്നെയാണ്. നൂറയുടെ വോട്ട് രാത്രി വലിയ രീതിയിലുള്ള ഒരു ഇടിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 6,881 വോട്ടുകളോളം നൂറയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. 5ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഡേഞ്ചർ സോണിനായിട്ടുള്ള 6ാം സ്ഥാനത്ത് ആതിരയാണ് നിൽക്കുന്നത്. ആതിര നൂറ ജോഡികളുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് വലിയ തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്. 5,229 വോട്ടുകളോളം സ്വന്തമാക്കി ആതിരയ്ക്ക് 6ാം സ്ഥാനത്ത് എത്തിയപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണിനായിട്ടുള്ള 7ാം സ്ഥാനത്ത് അക്ബറാണ്. 4,563 വോട്ടാണ് അക്ബറിന് ഈ ഒരു മണിക്കൂർ വരെ വോട്ടിംഗ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. രഫിയായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്, അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുക. എങ്കിലും രഫിയായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ആതിര നൂറ് ജോഡികൾ അവരുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോകുന്ന സാഹചര്യത്തിലാണ് അവർ പിന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ടോപ്പ് 5 ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഇവർ മാറിയേനെ. എന്തൊക്കെയാണ് വോട്ടിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാൻ പോകുന്നത്. ആർക്കെങ്കിലും ടോപ്പ് 5 എത്താൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയാം. ഒരു മണിക്കൂർ വോട്ടിംഗ് അട്ടിമറികൾ, വോട്ടിംഗ് ടെസ്റ്റുകളൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വലിയേറെ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി ആരാണോ ഈ ഒരു സീസണിലെ മികച്ച ഗെയിമർ അല്ലെങ്കിൽ ആരാണോ സീസൺ 7 ടൈറ്റിൽ വിന്നർ ആകാൻ സാധ്യത എന്ന് നോക്കി അർഹരായിട്ടുള്ളവർ അവർക്ക് നിങ്ങളുടെ വലിയേറെ വോട്ട് രേഖപ്പെടുത്തുക. ഒരു മണിക്കൂറുള്ള നിർണായകമായിട്ടുള്ള വാർത്ത അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഈ ഒരു സീസൺ 7 വിന്നറായിട്ട് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റന്റ് ആരാണെന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ടാവും.